അതെ സുഹൃത്തുക്കളെ, അടുത്ത പരാന്തമായിട്ട് വീണ്ടും ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വിചാരിച്ചു എന്നാ പിന്നെ നമുക്ക് നിന്ന നെപ്പിൽ നേരെ തൊട്ടിക്കലത്തെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാന്ന്. ഒന്നും നോക്കിയില്ല, കാർ എടുക്കുന്നു, ഞങ്ങൾ എല്ലാവരും കാറിലേക്ക് വലിഞ്ഞു കയറുന്നു. അവസാനം ഒരു ചായക്കടയിൽ നിർത്തിയതാ എനിക്ക് ചായ കൊണ്ടു തന്നു സമ്പന്നനായ കൂട്ടുകാരൻ. കാര്യം എനിക്ക് വിശന്നിട്ട് വയ്യ, വിശന്ന പിന്നെ ഞാനല്ലാതെ. ഫൈനലി കുറഞ്ഞൊരു ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഇതുപോലത്തെ മണ്ണും ചേറും കഴിഞ്ഞ് നിറഞ്ഞ പാതയിലൂടെ നടന്നിട്ട് വേണം കഴിച്ച് നമുക്ക് തൊട്ടിക്കല്ല് വാട്ടർഫോൾസിന്റെ അടുത്ത് വരെ എത്താൻ. പോകുന്ന വഴിക്ക് സൈഡിൽ ഒരു ചെറിയ അരുവി കണ്ടു. അപ്പോഴേക്ക് ഇവിടെ വെള്ളത്തിനകത്തോട്ട് ചാടിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് വെള്ളം കാണാതെ ആക്രാന്തമാണോ എന്തോ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമായിരുന്നു അവള്. എന്ത് പറ്റിയോ എന്തോ സാരമില്ല, പ്രത്യേകതരം ജന്മല്ലേ, വർഷത്തിൽ ഒരിക്കൽ കാണുന്ന വെള്ളമല്ലേ, അവള് കുളിക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ വീണ്ടും ക്യാമറയ്ക്ക് കയ്യും കലാശവും ഒക്കെ കാണിച്ച് ഞങ്ങൾ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുകയാണ്. കാര്യം നമ്മൾ നമ്മുടെ മെയിൻ വാട്ടർഫോളിൽ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞാൻ വാട്ടർഫോൾസിലെത്തി. വാട്ടർഫോൾസിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് സ്ലോ മോഷനിൽ ഇങ്ങനെ വെള്ളം എത്തിയിട്ട് ഇളക്കിയില്ലെങ്കിൽ എനിക്ക് സൗകര്യം കിട്ടില്ല. ഇതെന്താണ് ടൈറ്റാനിക് പോസിലൊക്കെ നിൽക്കുന്ന എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ.